കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. അമേരിക്കൻ ഇൻഡീസസ് ആയ S&P 500 വീണ്ടും ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ റിസൾട്ട് സീസൺ ഏതാണ്ട് അവസാനിക്കാറായി. അത്യാവശ്യം മിക്ക കമ്പനികളുടെയും പോസിറ്റീവായിട്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. നിക്കിയും ഹാങ്സങ്ങും ഒരല്പം മൈനസിലാണ് നടക്കുന്നത്. ചൈനീസ് മാർക്കറ്റ് ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. പ്രധാനമായും IT സ്റ്റോക്കുകളിൽ പ്രൈവറ്റ് എന്റർപ്രണേഴ്സുമായി ചൈനീസ് പ്രസിഡന്റ് നടത്തിയ ചർച്ചയിൽ പ്രൈവറ്റ് ബിസിനസ്സിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതേപ്പറ്റിയുള്ള ഒരു ഉണർവ് ചൈനീസ് മാർക്കറ്റുകളിൽ പൊതുവെ കാണാവുന്നതാണ്. ഡീപ് സീക്കിനെ വരവിനെ തുടർന്ന് വേറെ ചില AI-കളും മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത പ്രത്യേകിച്ച് ഈ AI ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ IT ഇൻഡസ്ട്രിക്കും വളരെ പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ ഇന്ന് ജാപ്പനീസ് ബാലൻസ് ട്രേഡ് ഡേറ്റ, അതുപോലെ US-ൽ നിന്ന് ഹൗസിംഗ് സ്റ്റാർട്ട് ഡേറ്റ, അതുപോലെ ബിൽഡിംഗ് പെർമിറ്റ് ഡേറ്റ എന്നിവയാണ് പ്രധാനമായിട്ടും വരാനുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട FOMC മിനിറ്റ്സ് ആണ്. അത് ഇന്നാണ്. ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ശ്രദ്ധിക്കുന്നതാണ് FOMC മിനിറ്റ്സ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കമന്റും മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ FISും DISും അവരുടെ ഷോർട്ട് പൊസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമാണ് അല്പം പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. FIs ഇന്നലെ ബയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. FIയുടെ ആ ബൈയിങ് ഡേറ്റയിൽ ഭാരതി എയർടെലിന്റെ ബ്ലോക്ക് ഡീലും ഉള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് 23,100 മുകളിൽ ഒരു ക്ലോസിംഗ് ആണ് മാർക്കറ്റ് ഒരു അല്പം ബുള്ളിഷ്നെസ് നൽകുന്നത്. 22,800 22,700 ലെവൽ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്.